ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റത്തിലാണ്. തീപാറുന്ന പോരാട്ടങ്ങൾക്കായുള്ള സൈനിക സന്നാഹങ്ങൾ പാടലീപുത്രയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അലയൊലികൾ ഡൽഹിയിൽ ഒരുതരം അങ്കലാപ്പ് രൂപപ്പെട്ടും കഴിഞ്ഞു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയി തുടങ്ങി എന്ന് കാണുന്ന മോദിയുടെ ഭയം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞു. വിഹലതയോടെ മോദി ബീഹാറിലെത്തി ജനത്തോട് പറഞ്ഞതൊക്കെ ഒരു വിടുവായത്തരമായി ജനം പുച്ഛിച്ചു തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ബീഹാറിൽ രാഹുലും തേജസ്വിയും ബീഹാർ ജനതയുടെ അകത്തളത്തിൽ കയറി കഴിഞ്ഞു. യുവത്വത്തിൻ്റെ പ്രസരിപ്പായി മുഖ്യമന്ത്രി പദത്തിലേക്ക് തേജസ്വിയെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചതോടെ പ്രായാധിക്യം കൊണ്ട് വികസനം മുരടിപ്പോടെ ബീഹാറിനെ പിന്നാക്കം നടത്തുന്ന നിതീഷ് കുമാറിന് അങ്കലാപ്പും തുടങ്ങിക്കഴിഞ്ഞു. സത്യത്തിൽ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ബീഹാർ ജനത ആശങ്കയിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഇനി ഒരു തവണ കൂടി നിതീഷ് മുഖ്യമന്ത്രി പദത്തിൽ ഏറിയാൽ നാമമാത്രമായ വികസനത്തിൽ ബീഹാർ ഒതുങ്ങുകയും നിതീഷിൻ്റെ അപ്രമാദിത്വത്തിൽ ചുരുങ്ങുകയും ചെയ്യുമെന്നതിനാൽ ബീഹാർ ജനത ഒരു മാറ്റത്തിനായി അവിടെ കൊതിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അതങ്ങനെ തന്നെയാണല്ലോ. 20 വർഷം ഒരാൾ തന്നെ ഭരിക്കുകയും ആ ഭരണത്തിൽ അസന്തുഷ്ടതയോടെ ജനം വീർപ്പുമുട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു. അതാണ് ബീഹാറിൽ സംഭവിക്കുന്നത്. ബീഹാർ സംസ്ഥാനത്ത് ആകെ ജനസംഖ്യ 13 കോടിയിലധികം വരും. ഇതിൽ പിന്നാക്ക വിഭാഗം 27%, അങ്ങേയറ്റം പിന്നാക്ക വിഭാഗം 36%, വിശദമായ കണക്കുകൾ. 2.86% ഭൂമിഹാർ വിഭാഗവും, ബ്രാഹ്മണർ 3.66%, കുർമികൾ 2.87%, മുസാഫറുകൾ 3%, യാദവർ 14% എന്നാണ് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹിന്ദുമത വിശ്വാസികൾ 81.9986%, മുസ്ലിം 17.70%, ക്രിസ്ത്യാനികൾ 0.576%, സിഖ് 0.013%, ബുദ്ധർ 0.0851%, ജൈനർ 0.0096% എന്നിങ്ങനെയാണ് കണക്കുകൾ വ്യക്തമാവുന്നത്. ഇവിടേക്കാണ് BJP വർഗീയ ഇഞ്ചക്ഷൻ നൽകി കടന്നുകൂടി നിതീഷിനെ മുന്നിൽ നിർത്തി കഴിഞ്ഞ തവണ അധികാരത്തിലേറിയത്. 38 ജില്ലകളിൽ ഭൂരിപക്ഷം വരുന്ന സാധാരണ ഗ്രാമീണരുടെ ഇടയിലേക്ക് വികസനം വ്യാപിപ്പിക്കുന്നതിൽ നിതീഷ് BJP പരാജയപ്പെട്ടു എന്നതിനാൽ തന്നെ ലാലു പ്രസാദിൻ്റെ മകനായ തേജസ്വിയുടെ വാക്കുകൾ ബീഹാർ ജനത വിശ്വസിക്കുകയാണ്. കാരണം തേജസ്വി യാദവ് യുവത്വമാണ്, ബീഹാറിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ നേതാവാണ്. അതിനുമപ്പുറം രാഹുൽ ഗാന്ധി ബീഹാറിൽ തയ്യാറാക്കിയ യുദ്ധകാഹളം ചില്ലറയൊന്നുമല്ല അവിടെ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചത്. വോട്ട് ചോരിയുടെ പേരിൽ നടത്തിയ വോട്ടധികാർ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി കൂടി ചേർന്നതോടെ മഹാഗഠബന്ധൻ വൻ ശക്തിയായി ബീഹാറിൽ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര 25 ജില്ലകളിലെ 100-ലേറെ മണ്ഡലങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത്. തേജസ്വി യാദവും വികാസ്ഷീൻ ഇൻസാൽ പാർട്ടി അധ്യക്ഷൻ മുകേഷ് സഹാനിയും ദീപാശങ്കർ ഭട്ടാചാര്യയെ പോലുള്ള ഇടത് നേതാക്കളും രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നതും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയായിരുന്നു. അന്ന് മഹാസഖ്യത്തിൻ്റെ അനൗദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തന്നെയാണെന്ന് അധികാര യാത്രയിൽ തെളിയുകയായിരുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്കൊപ്പം തൊഴിലില്ലായ്മ, വികസന പ്രശ്നങ്ങൾ എന്നിവയാണ് ആ യാത്രയിൽ കൂടുതലായും ഉന്നയിച്ചത്. തേജസ്വിക്ക് യുവാക്കളുടെ വലിയ കൂട്ടങ്ങളെ കാഴ്ചക്കാരായി കിട്ടുകയും അതിന് തേജസ്വിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. നിതീഷ് നഗരങ്ങളിൽ കേന്ദ്രീകരിക്കുകയും പാർശ്വവൽക്കരിച്ച ഒരു ജനതയെ നാമമാത്രമായി പരിഗണിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് സ്വച്ഛ് ഭാരത് ഇന്ത്യയുടെ ഏറ്റവും ബീഭത്സമായ ദരിദ്രരോധനം ഗ്രാമങ്ങളിൽ മുഴങ്ങിക്കേട്ടത്. ഘാട്ടുകളും ഗലികളും അതിദരിദ്രത്തിൻ്റെ ശ്വാസമുട്ടലിൽ പിടയുമ്പോഴാണ് തേജസ്വി രാഹുൽ ഗാന്ധിക്കൊപ്പം ഗ്രാമങ്ങളിലെ ആത്മാവ് തേടി എത്തിയത്. ഇന്ന് നിങ്ങളുടെ വോട്ട് BJP മോഷ്ടിച്ചു, നാളെ നിങ്ങളുടെ അന്നം അവർ മോഷ്ടിക്കും. നിങ്ങളെ വോട്ട് ബാങ്കിൽ നിയന്ത്രിക്കാൻ അർദ്ധ പട്ടിണിയിൽ നിന്നും മുഴുപട്ടിണിയിലേക്ക് നിങ്ങളെ തള്ളിയിടും. നിങ്ങൾ ഉണരണം, അതിജീവനത്തിനായി ഒന്നിക്കണം എന്ന് ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ അവരോട് പറഞ്ഞപ്പോൾ അവർ ബീഹാർ ജനത ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു.
തങ്ങളുടെ അവകാശങ്ങളിലേക്ക് ബോധത്തോടെ ചിന്തിച്ചു. അതാണ് അവർ ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തുടരുകയായിരുന്നു, യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് തൊഴിൽ വേണ്ടേ? കഴിഞ്ഞ 2 പതിറ്റാണ്ട് നിങ്ങളുടെ തൊഴിലുകൾ BJP തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തണം, പ്രതികരിക്കണം. അടിച്ചമർത്തപ്പെട്ട അധസ്ഥിരല്ല ഇന്ന് നിങ്ങൾ. അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഭാവി തലമുറയാണ്. നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ട്, ഞങ്ങളുണ്ട് എന്ന് മണ്ണിനോട് ചേർന്ന് രാഹുൽ ഗാന്ധി ബീഹാറിൽ പറഞ്ഞപ്പോൾ അത് ആവേശത്തിൻ്റെ വാക്കുകളായി അവിടെ പ്രോജ്വലിച്ചു. പിന്നെയും രാഹുൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, സ്ത്രീകളോട്, കർഷകരോട്, IT പ്രൊഫഷണലുകളോട് തുടങ്ങി ബീഹാറിൻ്റെ ഓരോ അണുവിലും ബോധത്തിൻ്റെ വിത്തുകൾ പാകി. രാഷ്ട്രീയത്തിനപ്പുറം തേജസ്വിയും രാഹുൽ ഗാന്ധിയും ജനത്തിൻ്റെ ആത്മാവിലേക്ക് കടന്നു കയറിയത് അവരുടെ വിഹലതകൾക്ക് മേൽ സ്വാന്തനമേകിക്കൊണ്ടായിരുന്നു. പ്രതീക്ഷാനിർഭരമായ ഒരു നാളെയെ ജനത്തിന് മുന്നിൽ വെച്ച് നാളത്തെ മുഖ്യമന്ത്രി തേജസ്വി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ബീഹാറിലെ അഴിമതി സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് തേജസ്വി യാദവ് പറയുമ്പോൾ അത് ജനം ഏറ്റെടുക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഴിമതിയുടെ ഭീഷ്മാചാര്യനായി അദ്ദേഹം ഇപ്പോൾ നല്ല മനോനിലയിലല്ല പ്രവർത്തിക്കുന്നതെന്നും തേജസ്വി തുറന്നടിച്ചു. അത് ശരിയുമാണ്. കാരണം പ്രായാധിക്യം നിതീഷിനെ വികസന മുരടിപ്പിലേക്കും ഭരണ മുരടിപ്പിലേക്കും എത്തിച്ചു കഴിഞ്ഞു. മോദി നുണകളുടെ നിർമ്മാതാവും പ്രചാരകനുമായി മാറി എന്നും തേജസ്വി പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ജനതയുടെ കരഘോഷമാണ് അവിടെ മുഴങ്ങുന്നത്. എന്നാൽ മറുപുറത്തു NDA മനസ്സില്ലാ മനസ്സോടെ നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ പാലം ഇപ്പുറത്ത് വലിച്ച് BJP ആധിപത്യം സ്ഥാപിക്കാനുള്ള ചരടുവലികലും നടത്തുകയാണ്. NDAയുടെ ഈ ചക്കുളത്തുപോര് മനസ്സിലാക്കിയ ഇന്ത്യ മുന്നണി അത് ആവോളം ഊതിപ്പെരുപ്പിക്കാനാണ് മുന്നിട്ടിറങ്ങിയത്. അതിൻ്റെ കാറ്റ് അവിടെ വീശിയടിക്കുകയാണ്. കടപുഴകുന്നത് മോദിയാണ്. കാരണം അവിടെ ഗ്രാമീണരുടെ മുന്നേറ്റം തേജസ്വി യാദവിന് ഒപ്പമാണ്. ബീഹാർ കാറ്റ് മാറി വീശും. മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി അത് ബീഹാറിനെ പൊതിയും. പിന്നെ മോദിയും നിതീഷും കടപുഴകി വീഴും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.